ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കാം. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ എപ്പോഴും ആയിരുന്നുകൊണ്ട് അവിടുത്തെ മകൻ്റെ തിരുവചനങ്ങൾ ശ്രവിക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവാൻ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ സ്നേഹത്താൽ ഈശോ മിശിഹായുടെ അപ്പോസ്തലനായ പൗലോസ് റോമക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുക. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളെക്കുറിച്ച് നമ്മളിവിടെ കാണുകയാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നാം സ്വീകരിച്ചിരിക്കുന്നു. അതുമൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവ്, ഭയത്തിലേക്ക് നയിക്കുന്ന ആത്മാവ്, ഇപ്പോൾ നമ്മൾ കണ്ടത് അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആത്മാവ്. പലവിധ അടിമത്തങ്ങളുണ്ട്. മനുഷ്യനെ അടിമയായിട്ട് ജീവിക്കുക, പാപത്തിന് അടിമയായിട്ട് ജീവിക്കുക. ഈ അടിമത്തത്തിൽ നിന്നെല്ലാം മോചനം നൽകുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ കടന്നു വന്നത്. ഈശോ മിശിഹ ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു സ്വരം ശ്രവിക്കുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവനിലേക്ക് ഇറങ്ങി വരുന്നത് കാണുകയും ചെയ്തു. അപ്പോൾ ഈ ആത്മാവാണ്, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നമ്മൾ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നമ്മൾ നിറയുവാൻ വേണ്ടി പ്രത്യേകമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ഉദാശകളിലൂടെയും ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മളിൽ ബോധ്യങ്ങൾ നിറയുമ്പോഴാണ് അത് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുക. നമ്മൾ ദൈവ മക്കളാണെന്നുള്ള സ്ഥാനം മറക്കാതിരിക്കുക. ദൈവത്തോട് കൂടെ ആയിരുന്നുകൊണ്ട് ദൈവ മക്കൾക്ക് അടുത്ത രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ സ്വഭാവം മക്കൾക്കുണ്ടാകും. പിതാവ് നീതിമാനും കരുണ ചൊരിയുന്നവനും സ്നേഹനിധിയുമായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും സ്നേഹം കൊണ്ട് നിറയുവാനും കരുണ കാണിക്കുവാനും നീതിപൂർവ്വം ജീവിക്കുവാനും കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. സ്നേഹനാഥനെ ഈശോയെ, അടിമത്തത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകി നിരന്തരം ആബാ പിതാവേ എന്ന് വിളിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ, അതിർത്തെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ സ്നേഹം ആവോളം അനുഭവിച്ച് ജീവിക്കാൻ തക്ക വിധം ഞങ്ങളുടെ മേൽ നീ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം രോഗികളായിരിക്കുന്നവരെ, പ്രത്യേകമായി കാൽമുട്ടിന് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന പല സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. പ്രത്യേക പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന മോളി എന്ന് പറയുന്നൊരു സഹോദരി, ഇവിടെ 2 മുട്ടും ഓപ്പറേഷൻ ചെയ്തതാണ്. ഒരു ഇടത് കാലിൻ്റെ മുട്ടിന് ഇതുവരെയും അവൾക്ക് പൂർണ്ണമായി ഒരു സൗഖ്യം ലഭിച്ചിട്ടില്ല. ദൈവസന്നിധിയിൽ അവൾ ശുശ്രൂഷ ചെയ്യുകയും ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അനേക ഹൃദയത്തിൽ ദൈവാത്മാവ് കടന്നു വരുവാൻ തക്കവിധം പരിശുദ്ധാത്മാവ് അവളിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന
ഒരു സഹോദരിയാണ്. ദൈവമേ, ആ മകളുടെ മേൽ നീ കരുണ വർഷിച്ച് പൂർണ്ണമായ സൗഖ്യം അവളിലേക്ക് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കാൽമുട്ടിന് വേദനയായിരിക്കുന്ന സകലർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.